ആരെയും നോക്കാതെ ബ്രഷുമായി വേഗം തിരിഞ്ഞു നടന്നു. അമ്മയും പുറകെ വന്നു. എന്തൊക്കെയോ പിറുപിറുത്ത് ചായ ഉണ്ടാക്കുന്നുണ്ട്. നീ വിളിച്ചു പറഞ്ഞിട്ടാണോ? സുമ നീതുവിനെ ഒന്നിരുത്തി നോക്കി. ആ, ഞാൻ വിളിക്കാത്തത് കൊണ്ടാവും. നീതു വിളറിച്ചിരിച്ചു. സുമ ഒന്നും മിണ്ടാതെ ചായ പകർത്തി. നീതു വേഗം മുഖം കഴുകി കണ്ണാടി നോക്കി പൊട്ടുവെച്ച് മുടിയൊക്കെ ഒതുക്കി വെച്ചു. മെല്ലെ ഹാളിലേക്ക് ചെന്നു. ആൻറ്റിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഇഷ്ടത്തിലാണ്. എനിക്ക് നീതുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നരേഷ് പറഞ്ഞപ്പോൾ സുമ ശോഭയെ ഗൗരവത്തിൽ നോക്കി. അത് ഇന്നലെ വേറെ എന്തൊക്കെയോ അറിഞ്ഞിട്ടാ ഞാൻ തെറ്റിദ്ധരിച്ചതാ. എൻ്റെ മോൻ്റെ ഇഷ്ടമാ എൻ്റെയും ഇഷ്ടം, ശോഭ പറഞ്ഞു. നരേഷ് അമ്മയെ നോക്കിയപ്പോൾ ശോഭ വേഗം എഴുന്നേറ്റ് സുമയുടെ കയ്യിൽ പിടിച്ചു. ഇന്നലത്തെയൊക്കെ മറന്നു കളഞ്ഞേക്ക് സുമി. അറിയാതെ പറ്റിപ്പോയതല്ലേ, ക്ഷമിച്ചു കള. സുമ അത് ശ്രദ്ധിക്കാതെ നിൽക്കുന്ന കണ്ടപ്പോൾ നരേഷ് എഴുന്നേറ്റു. ആൻറ്റിക്ക് എന്തോർത്ത വിഷമയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആൻറ്റി പേടിക്കേണ്ട. വിവാഹം കഴിഞ്ഞാൽ ഇവളെ എൻ്റെ ഒപ്പം ബാംഗ്ലൂർ കൊണ്ടുപോകും. സുമ കണ്ണിതള്ളി നരേഷിനെ നോക്കി. സത്യം അത് തന്നെയാണ്. നരേഷ് ജോലിക്ക് പോയാൽ ശോഭയുടെ അടുത്ത് എങ്ങനെ മോളെ നിർത്തും എന്നൊരു ടെൻഷനുണ്ട്. അതാണിപ്പോൾ നരേഷ് മുഖം നോക്കി കണ്ടുപിടിച്ചത്. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. സുമ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എല്ലാവരും നീതുവിനെ നോക്കിയപ്പോൾ അവൾ ചെറിയ പുഞ്ചിരിയോടെ തലതാഴ്ത്തി. അപ്പോൾ എല്ലാം വേഗം തന്നെ നടത്താം, ശോഭ പറഞ്ഞു. സുമയ്ക്ക് അതിശയം തോന്നി. കഴിഞ്ഞ ദിവസം ഇതൊന്നുമല്ല വന്ന് പറഞ്ഞത്. നരേഷിന്റെ കാര്യമായ ഇടപെടൽ അവർക്ക് മനസ്സിലായി. അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ നീതു കുറെ നോക്കിയെങ്കിലും നരേഷ് അവളെ പാടെ അവഗണിച്ചു. എന്തായാലും അവർ ഇന്ന് പോവില്ല, ദേവുവിന്റെ വീട്ടിലുണ്ടാവും. നീതു വേഗം ഫോൺ ഓൺ ചെയ്തു. നരേഷിന്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തെങ്കിലും അപ്പോൾ തന്നെ അവൻ കട്ടാക്കി. നീതു ചെറിയ വിഷമത്തോടെ ചുണ്ടു പിളർത്തി. നരേഷ് വഴിയിലൂടെ നടക്കുമ്പോൾ ഫോൺ നോക്കി ചിരിച്ചു. പോയിട്ട് എന്തായി? അവർ ഉമ്മറത്തേക്ക് കയറിയതും നാരായണൻ തിരക്കി. നരേഷ് അയാളെ ഗൗനിക്കാതെ അകത്തേക്ക് കയറി. അവനെ ഒന്ന് നോക്കി ശോഭ സോപാനത്തിലിരുന്നു. എന്ത് പറയാനാ ഏട്ടാ, ഞാൻ കുറെ പറഞ്ഞു നോക്കി. ചെക്കനാ പിച്ചക്കാരി പെണ്ണിനെ തന്നെ മതിയെന്ന്. ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പണം അയക്കില്ലെന്ന് പറയുന്നേ, ശോഭ പറഞ്ഞു. അവൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല നാത്തൂനെ. അവനായിട്ട് വരുത്തിവെച്ച കടമൊന്നുമല്ലല്ലോ. എന്നിട്ടും പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അവൻ കുടുംബത്തെ നോക്കുന്നില്ലേ? പിന്നെ അവൻ്റെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതിൽ എന്താ? മാലിനി പറഞ്ഞു. നാരായണൻ ഭാര്യ ഒന്ന് നോക്കിയപ്പോൾ അവർ തലതാഴ്ത്തി. നാത്തൂന് അങ്ങനെ പറയാം. അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിയപ്പോൾ അവന് ഇഷ്ടങ്ങളായി. നാത്തൂൻ്റെ മകൾ ഇഷ്ടം തോന്നിയവൻ്റെ കൂടെ പോയെന്ന് കരുതി എനിക്കിതൊക്കെ അങ്ങ് വിടാൻ പറ്റുമോ? അവൾ നല്ല അന്തസ്സായ കല്യാണം കഴിഞ്ഞ് പോയത്. ഇപ്പോൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുമുണ്ട്. അത് മതി. മാലിനിക്ക് അല്പം നീരസം തോന്നി. ആരാ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? നിങ്ങൾ പഠിപ്പിച്ചോ? നരേഷ് ശോഭയ്ക്ക് നേരെ തിരിഞ്ഞതും ശോഭ തലതാഴ്ത്തി. ഇത്ര നേരം നീതു വിളിച്ചെങ്കിലും നരേഷ് എടുത്തില്ല. ദേവുവിൻ്റെ മുറിയിൽ ചെന്ന് കിടക്കുമ്പോഴാ സംസാരങ്ങൾ ഉയർന്നു കേട്ടത്. വേണ്ട വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അമ്മ അധികമാവുന്ന കണ്ടാണ് നരേഷ് ഉമ്മറത്തേക്ക് വന്നത്. ഉമ്മറത്ത് നടക്കുന്ന ബഹളങ്ങൾ കേൾക്കുമ്പോൾ കയ്യിൽ റിമോട്ട് പിടിച്ചെങ്കിലും ദർശൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു. നരേഷ് അത്രയും പറഞ്ഞു വന്ന് ദർശന്റെ അടുത്തിരുന്നു. എന്തായടാ? ദർശൻ താല്പര്യത്തോടെ ചോദിച്ചു. എന്താവാൻ, ഉടനെ തന്നെ നടത്താം. നിശ്ചയമൊന്നും വേണ്ട. നരേഷിന്റെ ഗൗരവമായ മുഖം കണ്ടപ്പോൾ ദർശൻ പതറി. ബാംഗ്ലൂർ ജീവിച്ചവൻ അവിടെയുള്ള ഏതെങ്കിലും പെണ്ണുമായി ബന്ധമുണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഇതുവരെ ഒരു പെണ്ണിനെക്കുറിച്ചും അവൻ കളിയെപ്പോലും പറഞ്ഞു കേട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത്ര കാര്യമായി, അതും നീതുവിനെ. ദർശൻ വേഗം എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. തനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയാതെ അവൻ കണ്ണാടിയിലേക്ക് ഉറ്റുനോക്കി. കണ്ണുകൾക്കിടയിൽ കറുപ്പ് പടർന്നിരിക്കുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ ദർശൻ നോട്ടം മാറ്റി. ഗോപു എന്ന് കണ്ടതും അവൻ ഫോണ് സൈലന്റാക്കി നിരാശയോടെ ബെഡിലേക്ക് ഇരുന്നു. എല്ലാം ഒരുവിധം ഉറച്ചല്ലോ എന്നറിഞ്ഞപ്പോൾ നാരായണൻ സമാധാനമായി. അന്ന് ദർശന്റെ കൈപിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് പേടിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അതില്ല. അവന്റെ ഇഷ്ടം നടത്തിക്കൊടുക്കു ശോഭെ, നാരായണൻ പറഞ്ഞു. ഹാളിലിരുന്ന നരേഷ് ചിരിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ, ശോഭ പിറുപിറുത്തു. മരുന്നിന്റെ ക്ഷീണത്തിൽ അല്പം വൈകിയാണ് ദേവു എഴുന്നേറ്റത്. മുടി വാരിക്കെട്ടി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം റെഡിയാണ്. ആ, നീ എഴുന്നേറ്റോ? അടുക്കള വാതിൽ വന്ന നന്ദൻ ബക്കറ്റ് അമ്മിത്തട്ടിലേക്ക് വെച്ചു. അകത്തേക്ക് കയറി. ആകെ നനഞ്ഞിട്ടാണ് നിൽപ്പ്. ഇതെന്താ നനഞ്ഞിരിക്കുന്നേ? ദേവ് ചോദിച്ചു. അത് ഡ്രസ്സ് അലക്കിയതാ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ വരാതെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, കേട്ടല്ലോ? നന്ദൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ദേവ് മങ്ങലോടെ ചിരിച്ചു. നന്ദൻ വേഗം കുളിച്ച് റെഡിയായി. ദേവു ആ സമയം ബ്രഷ് ചെയ്തു. മുഖം കഴിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവുവിന് സങ്കടം തോന്നി. തൻ്റെ അടിവസ്ത്രമടക്കം എല്ലാതും അലക്കിയിട്ടിട്ടുണ്ട്. കണ്ണുകൾ നിറഞ്ഞു. ഇതുവരെ നന്ദേട്ടൻ്റെ അടിവസ്ത്രങ്ങൾ തനിക്ക് കഴുകാൻ കിട്ടിയിട്ടില്ല. അതെല്ലാം കുളി കഴിയുമ്പോൾ ആള് കൈയോടെ കഴുകിയിടും. രണ്ടാളും കഴിക്കാതിരിക്കുമ്പോൾ നന്ദ മരുന്നിനെക്കുറിച്ചും ഫുഡിനെക്കുറിച്ചും പറയുന്നുണ്ട്. കയ്യിൽ കാശ് കഴിയാനായി. അവളെ തനിച്ചു നിർത്തി പോകാൻ തോന്നുന്നില്ല.
പക്ഷെ മരുന്നിനൊക്കെ നല്ല വിലയാണ്. ഉച്ചവരെയെങ്കിലും പോവണം. മരുന്ന് കൊടുത്ത് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ദേവു ചിരിച്ചു. നന്ദൻ സമാധാനത്തോടെ ഇറങ്ങി. ദേവുവിന് വല്ലാത്തൊരു വിഷമം. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നന്ദേട്ടനെ നോക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ വിധി നേരെ മറിച്ചാണ്. ഒരമ്മയെപ്പോലെ തന്നെ നോക്കുന്നത് അങ്ങേരാണെന്ന് മാത്രം. ഒന്ന് നിശ്വസിച്ച് അകത്തേക്ക് കയറി. കുറച്ചു നേരം ബുക്കെടുത്ത് വെച്ച് വായിച്ചു. അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു. നന്ദേട്ടനാണ്. ജോലിയൊന്നും ചെയ്യണ്ട, റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ബുക്ക് വായിച്ചെപ്പോഴോ മയങ്ങിപ്പോയി. ഡോറി തട്ടുകേട്ടാണ് കണ്ണുകൾ തുറന്നത്. വല്ലാത്തൊരു തളർച്ച തോന്നി. മെല്ലെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ സ്നേഹയാണ്. വളരെ ക്ഷീണിതയായി കണ്ടപ്പോൾ ദേവു നെറ്റി ചുളിച്ചു. വാ. ദേവു അകത്തേക്ക് വിളിച്ചു. സ്നേഹ മെല്ലെ അകത്തേക്ക് കയറി. ഇരിക്കി. ചെയർ വലിച്ച് ദേവു മെല്ലെ ഇരുന്നു. ഒപ്പം സ്നേഹയും. നന്ദേട്ടൻ ജോലിക്ക് പോയി. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ദിനേശേട്ടനെ കുറിച്ച് വല്ലതും അറിഞ്ഞോ എന്ന് അറിയാനാ ഞാൻ. ഇല്ല, അതിൽ പിന്നെ ഒന്നും അറിയില്ല. ദിനേശേട്ടൻ പോയതിൽ പിന്നെ വീട്ടിൽ ഒരേ പ്രശ്നമാണ്. ഞാൻ കാരണമാണ് പോയെന്ന് അമ്മയും നാത്തൂനും. യഥാർത്ഥ പ്രശ്നം പറയാൻ കഴിയാതെ ഞാനും. സ്നേഹ അപ്പോഴേക്കും കരഞ്ഞു തുടങ്ങിയിരുന്നു. ദേവു അവളെ സഹതാപത്തോടെ നോക്കി. ഇപ്പോൾ അവർ പറയുന്നത് ഈ കുഞ്ഞ് ദിനേശേട്ടൻ്റെ അല്ലെന്നാ. എനിക്ക് അവിഹിതം ഉണ്ടായതാണത്രേ. അതറിഞ്ഞിട്ടാ ദിനേശേട്ടൻ പോയതെന്ന്. സ്നേഹ കണ്ണീരോടെ സാരിത്തുമ്പ് കൊണ്ട് വാപൊത്തിപ്പിടിച്ചു. ദേവു എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ തനിച്ചിരുന്നു. ഇങ്ങനെയുമുണ്ടോ മനുഷ്യർ? ഞാൻ നാളെ പോവും. അച്ഛനും അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹ കണ്ണു തുടച്ച് എഴുന്നേറ്റു. നിക്ക്, കഴിച്ചിട്ട് പോവാം. ഞാനും കഴിച്ചിട്ടില്ല. വേണ്ട. സ്നേഹ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇരിക്കി, ദാ എടുത്തു. ദേവു എഴുന്നേറ്റ് ഫുഡെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. രണ്ടാളും ഒരുമിച്ചിരുന്ന് കഴിച്ചു. കറിയൊക്കെ നന്നായിട്ടുണ്ട്. സ്നേഹ കൈ കഴുകി. നന്ദേട്ടൻ വെച്ചതാ. എനിക്ക് വയ്യായിരുന്നു. ദേവു പുഞ്ചിരിച്ചു. സ്നേഹയും വേദനയോടെ ചിരിച്ചു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴാണ് ആ ചേച്ചി വിളിച്ചത്. നന്ദൻ വേഗം കഴിച്ച് എഴുന്നേറ്റു. കണ്ണൻ തെണ്ടി ലീവാക്കി. അവന് മനസ്സിൽ നല്ലപോലെ പ്രാഗി. ഒറ്റയ്ക്കായതുകൊണ്ട് ഇന്ന് തട്ടലും മുട്ടലും കൂടുതലാണ്. നന്ദനൊന്നും മിണ്ടാതെ ജോലി വേഗം തീർക്കാൻ നോക്കി. മനസ്സിൽ മൊത്തം വയ്യാതിരിക്കുന്ന തൻ്റെ പെണ്ണാണ്. ബെഡ്റൂമിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിലൂടെ ആരോ പുണർന്നത്. നന്ദൻ തരിച്ചു നിന്ന് പോയി. പെയിന്റ് പാത്രം കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അവൻ വല്ലാതെ വിയർത്തു. ദേഷ്യത്തിൽ കണ്ണുകൾ കുറുകി. മൂക്കിൻ തുമ്പ് വിറച്ചു. കൈ ബലത്തോടെ വിടുവിച്ച് തിരിയുമ്പോൾ അവർ നാണത്തോടെ ചിരിച്ചു. കോപത്തോടെ കൈയോങ്ങിയതും അവർ കൈമറ പിടിച്ച് മുഖം പൊത്തി നിന്നു. കൂലിനാളിൽ കണ്ണൻ്റെ കയ്യിൽ കൊടുത്തേക്ക്, ദേഷ്യത്തോടെ പറയുമ്പോൾ അവർ ഭയത്തോടെ തലയാട്ടി. ബ്രഷ് വലിച്ചെറിഞ്ഞ് കവറെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ മനസ്സിൽ നിറയെ ദേവുവായിരുന്നു. അവളോടെന്തോ പാപം ചെയ്ത പോലെ വേഗത്തിൽ ബൈക്കെടുത്ത് പാഞ്ഞു. എതിരെ വരുന്ന സ്നേഹയെ കണ്ടെങ്കിലും നന്ദൻ്റെ മനസ്സ് മുഴുവൻ അപ്പോൾ ദേവു മാത്രമായിരുന്നു. ഡോറി തട്ടുകേട്ട് സംശയത്തോടെ ചെന്ന് തുറക്കുമ്പോൾ കണ്ടത് ടെൻഷനോടെ നിൽക്കുന്ന നന്ദനെയാണ്. എന്തുപറ്റി? മുഖം വല്ലാതിരിക്കുന്നേ. ദേവു അവൻ്റെ കവിളിലൊക്കെ പിടിച്ചു നോക്കി. ഏയ് ഒന്നുമില്ല. കഴിച്ചോ നീ? നന്ദേട്ടനോ? കഴിച്ചു. നന്ദൻ അവളുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കയറി. ഇവിടെ സ്നേഹം വന്നിരുന്നു. ദേ ഇപ്പോൾ പോയേ ഉള്ളൂ. ഉവ്വോ. എന്തിനാ വന്നേ? നന്ദൻ ചെയറിലേക്ക് ഇരുന്നു. ദേവുവിനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. ദേവു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് സ്നേഹ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നന്ദനും പാവം തോന്നി. ആ, അവളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം അവളല്ലേ വരുത്തി വെച്ചത്. ഗർഭിണിയല്ലേ നന്ദേട്ട, ഒന്നും പറയണ്ട. ഞാനതിന് അവളെ ശപിച്ചൊന്നുമല്ലല്ലോ, കാര്യം പറഞ്ഞതല്ലേ. വയറ്റിൽ കിടക്കുന്ന കൊച്ചിൻ്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അല്ല. നന്ദേട്ടൻ എന്താ ഇന്ന് നേരത്തെ? അല്ല, അത് പിന്നെ നിഷ്കളങ്കമായി തന്നെ നോക്കിയിരിക്കുന്നവളെ കണ്ട് കള്ളം പറയാൻ തോന്നിയില്ല. എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് തല്ലിയില്ലേ? ഏയ്, എത്ര ആയാലും ഒരു സ്ത്രീയല്ലേ, കൈവയ്ക്കാൻ പാടുണ്ടോ? ചെറിയ പെങ്കൊച്ചാണോ? ആണെങ്കിൽ നന്ദേട്ടനോട് പ്രേമമാവും. ദേവു കണ്ണൊന്നു ചുരുക്കി അവനെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു. പോടി പൊട്ടിക്കളി. പ്രേമമേതാ കാമമേതാ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ട്. ഓവോ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. അതോ അത് പ്രണയം? അതോ അത് പ്രണയം? ആഹാ. എന്നിട്ട് ഇപ്പോഴാ മോനതറിഞ്ഞേ? അത് പിന്നെ നീ മരുന്ന് കഴിച്ചോ? നന്ദൻ തടുതപ്പാൻ നോക്കി. കഴിച്ചു. ദേവു എഴുന്നേറ്റതും നന്ദൻ അവളെ വീണ്ടും വലിച്ച് മടിയിലേക്ക് ഇരുത്തി. ദേവു പുരികമുയർത്തി. ഒരു ഉമ്മ തരൂ? നന്ദൻ കെഞ്ചിക്കൊണ്ട് മുഖം ചുളുക്കി. അയ്യടാ. അവനെ തള്ളിമാറ്റി എഴുന്നേൽക്കാൻ നിന്നപ്പോൾ നന്ദനും ബലം പ്രയോഗിച്ചു. പ്ലീസ്. ഇടുപ്പിലൂടെ രണ്ട് കൈ കൊണ്ടും ലോക്കാക്കി. അയ്യേ. നന്ദേട്ടന് വല്ല പ്രാന്തുണ്ടോ? ഉണ്ട്. കുറേയായി എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ട്. നന്ദൻ അത് പറഞ്ഞ് മുഖം ചരിച്ചു. ദേവി ചിരിയോടെ അവൻ്റെ നെറ്റിയിലൊന്ന് മുത്തി.
പിന്നെ കവിളിൽ അവസാനം. ദേവു ചുണ്ടുകളിലേക്ക് വന്നതും ഒന്ന് ചിരിച്ചു. എന്നാൽ അപ്പോഴേക്കും നന്ദൻ അവളുടെ കീഴ്ചുണ്ട് നുഴഞ്ഞിരുന്നു. ദേവുവിന്റെ കൈകൾ നന്ദന്റെ ഷർട്ടിൽ മുറുകി. ചെറിയ കിതപ്പോടെ അവളുടെ മാറുകൾ വേഗത്തിൽ ഉയർന്നു താഴാൻ തുടങ്ങി. ദേവുവിന്റെ ചുണ്ടുകളെ മുഴുവനായി നുണഞ്ഞുകൊണ്ട് മുഖം ചരിക്കുമ്പോൾ ഇടുപ്പിൽ അവന്റെ കൈ മുറുകുന്നതറിഞ്ഞ് ദേവു വിറച്ചു. നന്ദൻ അവളുടെ ചുണ്ടുകളെ സ്വയമേ മോചിപ്പിച്ചു. ദേവും നന്ദനും നെറ്റിയോട് നെറ്റിമുട്ടിച്ച് നിന്ന് കിതച്ചു. മതി, ഇനി തുടർന്നാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല, നന്ദൻ പറഞ്ഞു. ദേവ് നാണത്തോടെ ചിരിച്ചേയുള്ളൂ. പോയി പഠിച്ചോ. ദേവ് ചിരിയോടെ മൂളിക്കൊണ്ട് എഴുന്നേറ്റു. അവൾ മുറിയിലേക്ക് പോകുന്നത് നോക്കി നന്ദൻ കീഴ്ചുണ്ട് കടിച്ചു പിടിച്ചു. എൻ്റെ ഹനുമാൻ സ്വാമി. ഒരു നെടുവീർപ്പോടെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു. ദിവസങ്ങൾ ഓരോന്ന് കൊഴിഞ്ഞു പോകുന്തോറും നന്ദന്റെ ശ്രദ്ധയും കൂടി. അതിനിടയ്ക്ക് ദേവുവിന്റെ എക്സാം കഴിഞ്ഞു. നീതുവിനോട് മാത്രം അവളെല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ നരേഷ് പോലും അറിയരുതെന്ന് ഉറപ്പും വാങ്ങി. നരേഷിന്റെയും നീതുവിന്റെയും വിവാഹം അടുത്ത മാസം അവസാനം തീരുമാനിക്കുകയും ചെയ്തു. 1 മാസം കഴിഞ്ഞ് ദേവുവിനെ ചെക്കപ്പിന് കൊണ്ടുപോയി. പ്രാർത്ഥിച്ച പോലെ മരുന്ന് കൊണ്ട് തന്നെ മാറുന്നുണ്ടെന്ന് ഡോക്ടർ റീത്ത പറഞ്ഞപ്പോൾ രണ്ടാളും അതേ സന്തോഷിച്ചു. ഇപ്പോൾ സമാധാനമായില്ലേ, നന്ദൻ ചോദിച്ചു. ദേവു കണ്ണു നിറച്ച് ചിരിച്ചേ ഉള്ളൂ. ഇവിടെ ഇരിക്കെ, മരുന്ന് വാങ്ങിയിട്ട് വരാം. അവളെ വരാന്തയിലെ ബെഞ്ചിലിരുത്തി നന്ദൻ മരുന്ന് വാങ്ങാൻ വരിയിലേക്ക് നിന്നു. അപ്പോഴാണ് തൻ്റെ മുന്നിൽ നിന്ന വൃദ്ധം വീണത്. നന്ദൻ വേഗം അയാളെ താങ്ങിപ്പിടിച്ചു. എല്ലാവരും ഒരു വട്ടം തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ ശ്രദ്ധിച്ചില്ല. അച്ഛന് വയ്യേ. നന്ദൻ അയാളെ താങ്ങിപ്പിടിച്ചു. വരിയിൽ കുറേ നേരമായി മോനെ കാല് കടഞ്ഞു, അയാൾ അവശതയോടെ പറയുമ്പോൾ നന്ദൻ വേഗം അയാളെ പിടിച്ച് അടുത്തുള്ള കസേര ഇരുത്തി. അകലെ ഇരുന്ന് ദേവു എഴുന്നേറ്റപ്പോൾ അവളോട് ഇരുന്നോളാൻ കാണിച്ചു. അച്ഛനാ മരുന്നുതാ, ഞാൻ വാങ്ങിത്തരാം. നന്ദൻ മരുന്ന് ലിസ്റ്റ് വാങ്ങി വരിയിലേക്ക് നിന്നു. 15 മിനിറ്റോളം നിന്നാണ് മരുന്ന് വാങ്ങിയത്. ഇവിടെ എവിടെയാ? നന്ദൻ അയാളുടെ കയ്യിൽ മരുന്ന് കൊടുത്തു. റൂം നമ്പർ 21. ഇഞ്ചക്ഷൻ ഉള്ളതാ. അയാൾ എഴുന്നേറ്റു. ആവശ്യതയോടെ ഞൊണ്ടി ഞൊണ്ടി പോകുന്ന കണ്ടപ്പോൾ നന്ദൻ പിറകെ ചെന്നു. വയ്യേ, കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല മോനെ. നന്ദൻ തിരിഞ്ഞ് ദേവുവിനെ നോക്കിയപ്പോൾ പോയിട്ട് വാ എന്ന് കൈകൊണ്ട് കാണിച്ചു. നന്ദന് ശരിക്കും ചിരി വന്നു. ഇതൊക്കെയാണ് മനപ്പൊരുത്തം. പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഭാര്യ. വാ, ഞാൻ ആക്കിത്തരാം. നന്ദൻ അയാളുടെ കൈ തൻ്റെ തോളിലേക്കിട്ടു. 21 നമ്പറിലേക്ക് നടന്നു. ഡോറി തട്ടിയപ്പോൾ തുറന്നത് നേഴ്സായിരുന്നു. അവർക്ക് നേരെ മരുന്ന് നീട്ടിയപ്പോൾ അവരൊന്ന് ദേഷ്യത്തിൽ നോക്കി. ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ തനിക്ക് എത്ര നേരം വേണോ? പ്രസവം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. നേഴ്സ് ദേഷ്യത്തോടെ പറഞ്ഞ് മരുന്ന് വാങ്ങി. നന്ദൻ പകച്ചു നിൽക്കുന്നുണ്ട്. നേഴ്സ് തിരിഞ്ഞപ്പോഴാണ് നന്ദൻ ബെഡിൽ കിടക്കുന്ന പെണ്ണിനെ കണ്ടത്. ചെറുതായി ഉന്തിയ വയറുമായി ഒരു എല്ലിൻ ശരീരം. കണ്ണൊന്ന് ചുരുങ്ങിപ്പോയി. സ്നേഹ. അവളും പ്രതീക്ഷിച്ചില്ല. ചങ്കിലൊക്കെ ഒരു ഭാരം. അടുത്തു നിന്ന അമ്മ രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട്. വാ മോനെ, മോളെ കണ്ടിട്ട് പോവാം. അയാൾ അകത്തേക്ക് കയറിയപ്പോൾ നന്ദനും അറിയാതെ ചൂടുകൾ മുന്നോട്ട് പോയി. നേഴ്സ് മരുന്ന് സിറിഞ്ചിലേക്ക് പകർത്തുമ്പോൾ സ്നേഹ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ തൻ്റെ കയ്യിൽ ആഴത്തിൽ സൂചി കുത്തുമ്പോഴും കണ്ണിമയ്ക്കാതെ അവൾ നന്ദനെ നോക്കി. ആ നോട്ടത്തിൽ നന്ദൻ തെല്ലൊന്ന് പതറി. ആരാ? സ്നേഹയുടെ അമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മരുന്ന് വാങ്ങാൻ നിന്നപ്പോൾ തളർന്നു വീണു. ഈ മോന മരുന്ന് വാങ്ങി തന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. അയാൾ ആവശ്യതയോടെ പറയുമ്പോൾ നേഴ്സ് തിരിഞ്ഞു. ഓ, ഭർത്താവല്ലേ? അല്ല. നന്ദന്റെ മറുപടി പെട്ടെന്നായിരുന്നു. നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നന്ദൻ സ്നേഹയ്ക്കടുത്തേക്ക് നടന്നു. വിഷമം ഉണ്ടാവും, അറിയാം. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം വയറ്റിലുള്ള കുഞ്ഞു ജീവന് നൽകണം. സ്വന്തം അമ്മയുടെ വയറിനേക്കാളും സുരക്ഷിതമായ ഇടം ലോകത്തിൽ വേറെ ഒന്നില്ല. നന്ദൻ അവളുടെ തലയിൽ തലോടി. സ്നേഹ കണ്ണു നിറച്ച് തലയാട്ടി. പോട്ടെ. ശരി. നന്ദൻ എല്ലാവരെയും നോക്കി തലയാട്ടി പുറത്തേക്കിറങ്ങി. എന്ത് നല്ല മോനാ. നമുക്ക് മരുമോനായി ഇതുപോലെ ഒരു മോനെ തന്നില്ലല്ലോ ദൈവം. അച്ഛൻ ദൈവത്തെ പഴിച്ചപ്പോൾ സ്നേഹ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അച്ഛൻ വാസുവും അമ്മ വിലാസിനിയും അവളെ അത്ഭുതത്തോടെ നോക്കി. അതാണ് നന്ദേട്ടൻ. അച്ഛനെ അമ്മയും ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ മുതൽ അച്ഛൻ്റെയും അമ്മയുടെയും വില അറിയണമെങ്കിൽ അതൊന്നും ഇല്ലാത്തവരോട് പോയി ചോദിക്കണം. സ്നേഹ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. മനസ്സിൽ ആദ്യമായി ദിനേശിനോട് വെറുപ്പും വയറ്റി കിടക്കുന്ന കുഞ്ഞിനോട് സഹതാപവും തോന്നിപ്പോയി. അമ്മയോട് ക്ഷമിക്കുമുത്തേ. ഇനി അമ്മ എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാം. എൻ്റെ കുഞ്ഞിനെ മാത്രം. സ്നേഹ കരുത്തലോടെ തൻ്റെ വയറ് തഴുകി. എന്താ വൈകിയേ? ദേവു അവനെ കണ്ടതും എഴുന്നേറ്റു. അത് സ്നേഹയുടെ അച്ഛനാ. ഞാൻ മുറിയിൽ ചെന്നപ്പോഴാ അറിയുന്നേ. നന്ദൻ അവളുടെ കൈപിടിച്ചു നടന്നു. സ്നേഹയ്ക്ക് എന്താ? ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. നന്ദന്റെ ഗൗരവമായ സംസാരത്തിൽ ദേവു നിശബ്ദയായി. വിഷമിക്കേണ്ട ദേവൂട്ടി. ദിനേശ് എന്തെങ്കിലും തിരിച്ചു വന്നാൽ അവന് സംശയിക്കാനുള്ള ഇടയൊന്നും ഇനി വേണ്ടെന്ന് വെച്ചിട്ടാ.
കാണുമ്പോൾ സങ്കടമുണ്ട്. ദേവുവിന് അത് ശരിയാണെന്ന് തോന്നി. ബിരിയാണി വേണോ? ഏയ്. ദേവുവിൻ്റെ കണ്ണുകൾ അതിശയത്തിൽ വിടർന്നു. ശരിക്കും? പക്ഷെ വീട്ടിൽ പോയിട്ട് ഉറങ്ങരുത്. എനിക്ക് വേറെ ചില പണിയൊക്കെ ഉള്ളതാ. നന്ദൻ ഒട്ടുകണ്ണടച്ച് കാണിച്ചപ്പോൾ ദേവു പരിസരം മറന്നു നാണിച്ചുപോയി. അത് കാണുമ്പോഴാണ് കൂടുതൽ ചിരി വരുന്നത്. നന്ദന് ഏറ്റവും ഇഷ്ടവും അതാണ്. ദേവുവിൻ്റെ മുഖത്ത് നാണത്തെ വിരിയുന്ന ചുവപ്പ്. പിന്നെയൊക്കെ അവൾ തലതാഴ്ത്തി പിടിച്ചാണ് നടന്നത്. ഇടയ്ക്ക് മുഖം ഒന്ന് ഉയർത്തുമ്പോൾ നന്ദൻ ചുണ്ടെന്ന് കടിച്ചു ചിരിക്കും. അതോടെ മുഖം വീണ്ടും താഴും. അടിവയറ്റിൽ ഇക്കിളി കൂട്ടുന്ന ഒരുതരം ചലനം അവൾക്കുള്ളിൽ പ്രത്യക്ഷമാവുന്നത് അറിഞ്ഞു. ഒരു വിറയൽ. നന്ദൻ്റെ ഓരോ നോട്ടവും അവളിൽ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി.